ശ്രീ ആർ വി ബാബു നോക്കൂ, ഇദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കുകയായിരുന്നു രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്. അങ്ങനെ പുനർനിയമനം കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇംഗിതത്തിന് പൂർണ്ണമായും വഴങ്ങുന്ന ഒരാൾ ആയിട്ട് മാത്രമേ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ കാണാനാവൂ. മാത്രമല്ല, അന്നത്തെ ദിവസം സർവകലാശാല സെനറ്റ് ഹാളിൽ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആ വേദിയിൽ കയറി മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ് ഈ പരിപാടി ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഒരു മതത്തിൻ്റെ ചിഹ്നം ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ധിക്കാരം കാണിക്കണമെങ്കിൽ സ്വാഭാവികമായും മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ രജിസ്ട്രാർ അവിടെ എത്തിയത്. അതുമാത്രമല്ല, വൈസ് ചാൻസലറുടെ അനുമതി, ഇങ്ങനെയൊരു വിഷയം അവിടെ നടക്കുമ്പോൾ, ഇങ്ങനെയൊരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായും വൈസ് ചാൻസലറുടെ അനുമതി തേടേണ്ടതായിരുന്നു. വൈസ് ചാൻസലറെ അറിയിക്കാതെയാണ് രജിസ്ട്രാർ നേരിട്ട് ആ വേദിയിലെത്തി സംഘാടകരോട് കയർത്ത് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം ഇടത് സംഘടനയുടെ അനുഭാവിയല്ല, അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ പ്രവർത്തിച്ച, അധ്യാപക സംഘടനയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം അവരുടെ ചട്ടുകമായിട്ട് തന്നെയല്ലേ പ്രവർത്തിച്ചത്, അങ്ങനെയല്ലേ കാണാനാവൂ. ഇപ്പോൾ ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, ഈ രജിസ്ട്രാർ അനിൽകുമാർ ഗുരുതരമായ രീതിയിലുള്ളൊരു ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അദ്ദേഹം CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ സിൻഡിക്കേറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി പ്രവർത്തിച്ചോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അടിസ്ഥാനപരമായി ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹം ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നാണ്. എങ്ങനെയാണ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമാധികാരി ചാൻസലറാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരിയായിട്ടുള്ള ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി. രണ്ടാമത്, കേരളത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്ന് പറയുന്നയാൾ ഗവർണറാണ്. ആ ഗവർണർ തന്നെയാണ് ചാൻസലർ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഗവർണറും യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരിയായ ചാൻസലറുമായിട്ടുള്ള ഒരാൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടി ക്യാൻസൽ ചെയ്യാനായിട്ട് അനിൽകുമാറിന് ഏത് തരത്തിലാണ് സാധിക്കുക? അതും തൻ്റെ തൊട്ട് മുകളിലുള്ള അധികാരിയുമായിട്ട്, ചാൻസലറുമായിട്ട്, വൈസ് ചാൻസലറുമായിട്ട് സംസാരിക്കാതെ യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരം കൈയാളുന്ന ഗവർണറുടെ പരിപാടി റദ്ദാക്കി എന്ന ഒരു തീരുമാനം എടുക്കാൻ ഒറ്റയ്ക്ക് അനിൽകുമാറിന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മേൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായി കാണണം. അപ്പോൾ തങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളാണ് വേണ്ടത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം രണ്ടാം വട്ടവും അദ്ദേഹത്തിന് തന്നെ ഈ രജിസ്ട്രാർ എന്നുള്ള പദവി നീട്ടിക്കൊടുത്തത്. തങ്ങൾക്ക് വഴങ്ങുന്ന ഒരാൾ, തങ്ങളുടെ ആശയം നടപ്പാക്കുന്ന ആൾ. ഇപ്പോൾ നോക്കൂ, ഇവിടെ എന്തെല്ലാം നുണകളാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ മതപരമായ ചടങ്ങ് നടത്താൻ പാടില്ല, മതചിഹ്നങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഈ സെനറ്റ് ഹാളിൽ അത് പാടില്ല എന്ന് നിയമമുണ്ട്. 2024 ഡിസംബറിൽ ആണ്, അതോ 2023 ഡിസംബറിലോ, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അതായത് തിരുവനന്തപുരത്തെ YMCA വാർത്ത ഉണ്ട്. തിരുവനന്തപുരം YMCA അവർ കരോൾ മത്സരം സംഘടിപ്പിച്ചു, ക്രിസ്മസ് ആഘോഷം. തിരുവനന്തപുരത്തെ വിവിധ പള്ളികളിലെ കൊയർ ടീം പങ്കെടുക്കുന്ന കരോൾ മത്സരം സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ വന്ന് പങ്കെടുത്ത് സംസാരിച്ചു. തികഞ്ഞ മതപരിപാടി സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. അവിടെ മതചിഹ്നങ്ങൾ വെച്ചു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്നതാണ് 1-2 വർഷം മുമ്പ്. അപ്പോൾ ആ സെനറ്റ് ഹാളിൽ മതചിഹ്നം വെക്കാൻ പാടില്ല എന്നാണ്. അത് ഇവിടെ ഏതാണ് മതചിഹ്നം? അത് വേറൊരു വിഷയമാണ്. ഇദ്ദേഹം പറയുന്നത് ഭാരതമാതാവ് മതചിഹ്നമാണെന്നാണ്. ഭാരതമാതാവ് മതചിഹ്നം ആണ് എന്നുള്ള വിലയിരുത്തൽ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് നമുക്കറിയാം. കാരണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ട് ഭാരതമാതാവിനെ ആർക്കും കാണാൻ സാധ്യമല്ല. അത് വേറൊരു വിഷയമാണ്.
അപ്പോൾ ഇനി മതചിഹ്നമാണെന്ന് ഇരിക്കട്ടെ, എങ്കിൽ പോലും രജിസ്ട്രാർക്ക് ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം അവിടെ സെനറ്റ് ഹാളിൽ ക്രിസ്മസ് പരിപാടി നടത്തിയത് നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഇത് മതചിഹ്നം വെക്കുന്നു എന്ന്. അപ്പോൾ അതെന്താ മതചിഹ്നം വെക്കാൻ അദ്ദേഹം കാവി കണ്ടതുകൊണ്ടാണോ, കാവിയോടുള്ള അലർജിയാണോ അദ്ദേഹത്തിന് മതത്തോടുള്ള അലർജിയായിട്ട് തോന്നിയത്? കാവി എന്താ അങ്ങനെ അലർജിയുള്ള ഒരു സാധനമാണോ? അപ്പോൾ ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഗവർണറെ വളരെ നേരത്തെ തന്നെ ഈ ക്യാൻസൽ ചെയ്ത വിവരം അറിയിച്ചിരുന്നു, സംഘാടകരെ അറിയിച്ചിരുന്നു എന്നാണ്. അതെ അതെ, സംഘാടകരെ വളരെ നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്ത വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. സംഘാടകർ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് അയച്ച മെയിൽ, അത് റിസീവ് ചെയ്ത ടൈമുണ്ട്, മെയിൽ അയച്ച സമയമുണ്ട്. ആ സമയം പരിപാടി തുടങ്ങി 10-11 മിനിറ്റിന് ശേഷമാണ് ആ മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങി ഗവർണർ വന്ന് ദേശീയഗാനം പാടി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സംഘാടകർക്ക് മെയിൽ അയച്ചു എന്ന് പറയുന്നത്. ഈ മെയിൽ അയക്കുമ്പോഴോ അനിൽകുമാർ ആരോട് സംസാരിച്ചിട്ടാണ് മെയിൽ അയച്ചത്? തൻ്റെ തൊട്ടുമുകളിലുള്ള ഏതെങ്കിലും അധികാരികളോട് സംസാരിച്ചോ? അതോ തൻ്റെ രാഷ്ട്രീയ മേലാളന്മാരുടെ ഉത്തരവനുസരിച്ചിട്ടാണോ? യഥാർത്ഥത്തിൽ രജിസ്ട്രാറെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സെനറ്റ് ഹാളിൽ ഈ തരത്തിൽ ഒരു ചിത്രം വെച്ച് പരിപാടി നടത്തുന്നു എന്ന് SFIക്കാരെയും DYFIക്കാരെയും ആ ഗുണ്ടകളെ വിളിച്ച് അറിയിച്ചത് രജിസ്ട്രാറാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രജിസ്ട്രാർ വിളിച്ചു വരുത്തിയ ഗുണ്ടകളാണ് SFIയുടെയും DYFIയുടെയും ഗുണ്ടകൾ. ഇത് ഗവർണർ പങ്കെടുത്ത ഒരു പ്രൈവറ്റ് പരിപാടിയാണ്. ഗവർണർ പങ്കെടുത്ത ഒരു ഔദ്യോഗിക പരിപാടിയല്ല, ഗവർണർ പങ്കെടുത്ത ഒരു പ്രൈവറ്റ് പരിപാടിയാണ്. ഒരു പ്രൈവറ്റ് പരിപാടിയിൽ എന്ത് വെക്കണം എന്നുള്ളത് അവിടുത്തെ സംഘാടകരുടെ വിവേചനാധികാരമാണ്. അങ്ങനെ ആ വിവേചനാധികാരം ഉള്ള സ്ഥാനത്ത് DYFIയും SFIയും വന്ന് സെനറ്റ് ഹാളിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആരെ? ഭാരതമാതാവിനെ. ക്രിസ്മസ് കരോൾ നടത്താൻ അവർക്ക് കുഴപ്പമില്ല, ക്രിസ്മസ് കരോൾ കൊടുത്താൻ കുഴപ്പമില്ല. അപ്പൊ ഇതെല്ലാം അത് മാത്രമല്ല, നമ്മൾ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പേരെന്തായിരുന്നു? നമ്പ്യാരെ ഓർക്കുന്നുണ്ടോ? ഇന്തിഫാദ എന്നായിരുന്നു. അതെ അതെ, പാലസ്തീനിലെ ഇന്തിഫാദ എന്നായിരുന്നു. അതെ, ഇന്തിഫാദ എന്നായിരുന്നു. അപ്പൊ ഹമാസിനെ പുകഴ്ത്താനും ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശാനും മടിയില്ലാത്ത കേരള യൂണിവേഴ്സിറ്റി, ആ കേരള യൂണിവേഴ്സിറ്റിയാണ് ഭാരതമാതാവിന്റെ ചിത്രത്തോട് ഈ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ, വൈസ് ചാൻസലർക്ക് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, രജിസ്ട്രാറുടെ നിലപാടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. രജിസ്ട്രാർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് ഇത് നടത്തിയത്. രജിസ്ട്രാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി മാറി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവിധ ഭരണഘടനാ തത്വങ്ങളെയും മര്യാദയെയും സർവീസ് ചട്ടങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് ഈ രജിസ്ട്രാർ എടുത്ത നിലപാടിന് ശക്തമായ നടപടി യഥാർത്ഥത്തിൽ ആവശ്യമാണ്. രജിസ്ട്രാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് ഒരു ഉചിതമായ നടപടി.